പുറപ്പാട് 13:21, 22. അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴികാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു. ജനത്തെ മരുഭൂമിയിലൂടെ നയിക്കുമ്പോൾ ദൈവമായ കർത്താവ് അവർക്ക് മുമ്പേ യാത്ര ചെയ്യുകയാണ്. ദൈവം അവർക്ക് മുമ്പേ യാത്ര ചെയ്യുന്നത് പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും. പകൽ മേഘത്തൂണ്, രാത്രിയിൽ അഗ്നിത്തൂണ്. 22. പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുൻപിൽ നിന്നും മാറിയില്ല. ഇത് വഴി തെളിക്കുന്ന അഗ്നിയാണ്, വഴി തുറക്കുന്ന അഗ്നിയാണ്, വഴി നടത്തുന്ന അഗ്നിയാണ്, വഴി കാണിക്കുന്ന അഗ്നിയാണ്. ഇത് വഴിയിലെ തടസ്സങ്ങൾ മാറ്റുന്ന അഗ്നിയാണ്. ഇത് വഴിയിൽ സംരക്ഷിക്കുന്ന അഗ്നിയാണ്. ഇത് വഴിയിൽ വെളിച്ചം തരുന്ന അഗ്നിയാണ്. ഒരു വിശ്വാസി, ഒരു ദൈവ പൈതൽ പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെട്ടില്ലെങ്കിൽ അയാൾ ദൈവ പൈതലാണെന്ന് ബൈബിൾ പറയുന്നില്ല. റോമാലേഖനം 8-9 ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രസൻസ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ പറ്റില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, പള്ളി വരുന്നുണ്ടായിരിക്കാം, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഒരു വ്യക്തി അനുഭവിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിയെ ക്രിസ്തുവിനുള്ളവൻ, ക്രിസ്ത്യാനി, ക്രിസ്തുവിൻ്റേത് എന്ന് വിളിക്കാൻ പറ്റില്ല.